സോ ആപ്പിൾ പറയുന്നതനുസരിച്ച് ഈ കാണുന്ന ഐഫോൺ 17e ആണ് അവരുടെ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ഐഫോൺ. ഏറ്റവും വില കുറഞ്ഞ ഐഫോൺ ആയതുകൊണ്ട് മാത്രം കണ്ണും പൂട്ടി വാങ്ങേണ്ട ആവശ്യമുണ്ടോ? കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഐഫോൺ 17e ഞാൻ ഫസ്റ്റ് ടൈം കയ്യിലെടുത്തപ്പോൾ എനിക്ക് അങ്ങനെ പുതുമയൊന്നും തോന്നിയില്ല. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ BKC മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. സോ ഈ ലേറ്റസ്റ്റ് ഐഫോൺ 17eയിൽ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്, എന്തൊക്കെ സെയിം ആണ്, ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 65,000 രൂപ കൊടുത്ത് ഈ ഐഫോൺ 17e വാങ്ങണോ? ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പെട്ടെന്ന് അൺബോക്സിംഗ് കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ടിപ്പിക്കൽ ആപ്പിൾ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ദാ ഫോൺ ഉണ്ട്, ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട്, പിന്നെ ഡോക്യുമെന്റ്സ് അറിയാലോ ആപ്പിൾ എടുത്ത് മാറ്റിയിരുന്നു. ബാക്കിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം യൂസർ മാനുവലൊക്കെ വായിക്കാൻ. ഇനി നെക്സ്റ്റ് ഈ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ആണോ എടുത്ത് കളയാൻ പോകുന്നത്? ആപ്പിൾ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റൂല. ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്നറിയോ? അല്ലെങ്കിൽ സർപ്രൈസിന്റെ ഇല്ലായ്മ എന്താണെന്നറിയോ? ഈ ഐഫോൺ 17e നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ദേജാവു ഫീൽ വരും. ദേജാവു എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് പണ്ട് എപ്പോഴോ സംഭവിച്ചിട്ടുണ്ടല്ലോ. കറക്റ്റ് ഐഫോൺ 16e പോലെ തന്നെ തോന്നും. ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും സെയിം ഡിസ്പ്ലേ, സെയിം നോച്ച്, ബാക്കിൽ നിന്ന് നോക്കിയാലും സെയിം ഡിസൈൻ, ഫ്രെയിം ആണെങ്കിലും ബട്ടൺസ് ആണെങ്കിലും എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. പക്ഷെ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കണം, കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ, ഒരു ഐഫോൺ പ്രീമിയം ഫീൽ, അതിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ യെസ്, ഇത്തവണ പുതിയൊരു കളർ ഓപ്ഷൻ, ഈ ഒരു പിങ്ക് കളർ ഓപ്ഷൻ, ലൈറ്റ് പിങ്ക് കളർ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഡിസൈൻ, ബിൽഡ്, ഇൻ ഹാൻഡ് ഫീലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, അല്ലെങ്കിൽ സെയിം ആണെന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? കാരണം നോർമലി ഐഫോൺ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റിൽ അപ്ഗ്രേഡ്സ് കൊണ്ടുവരാറുണ്ട്. എന്നാൽ അവിടെയും എനിക്ക് നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വരും. കഴിഞ്ഞ വർഷം വന്ന സെയിം 60 Hz ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഐ തോട്ട് അറ്റ്ലീസ്റ്റ് ഇത്തവണയെങ്കിലും 120 Hz ഇല്ലെങ്കിലും ഒരു 90 Hz ഡിസ്പ്ലേ എങ്കിലും കൊടുക്കാമായിരുന്നു. കാരണം 2026 ആയില്ലേ, ഇപ്പോഴും 65,000 രൂപയ്ക്ക് 60 Hz ഡിസ്പ്ലേ, പിന്നെ 60 Hz 120 Hz സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ പത്തലു. ആ 60 Hz ഒരു ചെറിയ സ്ലോനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ 120 Hz കമ്പയർ ചെയ്യുമ്പോൾ, അത് ഇവിടെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ തുടർച്ച 1-2 മാസം ഇത് ഉപയോഗിക്കുമ്പോൾ പിന്നെ നിങ്ങൾ യൂസ് ടു ആവും. എന്നാലും 120 Hz കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ യെസ്, ആ ഒരു ആപ്പിളിന്റെ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ടല്ലോ, അത് ഇത്തവണ ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആ സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ കൂട്ടി സെറാമിക് ഷീൽഡ് 2 ആക്കിയിട്ടുണ്ട്. സോ ഈ ഐഫോൺ 17e ഡിസ്പ്ലേ കുറച്ചും കൂടി സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിരിക്കും. സോ ഡിസൈൻ സെയിം ആണ്, ഡിസ്പ്ലേയും ഓൾമോസ്റ്റ് സെയിം ആണ്. പെർഫോമൻസും സെയിം ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, പെർഫോമൻസിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ വർഷം ഐഫോൺ 16eയിൽ A18 ചിപ്സെറ്റ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ A19 ചിപ്സെറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ സ്മൂത്ത്നെസ്സും പവറും കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഓക്കെ, ഗെയിംസും കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് റൺ ആവുന്നുണ്ട്. ഈ ഫോൺസ് ഉണ്ടല്ലോ, ഈ ഫോൺ അല്ല, ഈ ഫോൺസ് 16e 17e, ഈ ഫോണിൻ്റെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടല്ലോ, ആ കസ്റ്റമർ ബേസ് എനിക്ക് തോന്നുന്നില്ല ഗെയിമിംഗ് അല്ലെങ്കിൽ പവർ ഭയങ്കര സംഭവമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു കസ്റ്റമർ ആണെങ്കിൽ 16e 17e തമ്മിൽ നിങ്ങൾ അങ്ങനെ വലിയ പെർഫോമൻസിൽ വ്യത്യാസം നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ സ്റ്റിൽ അറ്റ്ലീസ്റ്റ് പുതിയ ചിപ്സെറ്റ് തന്നിട്ടുണ്ട്. എന്നാൽ എന്നെ ഞെട്ടിച്ച സംഭവം എന്താണെന്നറിയോ? ഞാനത് ആപ്പിളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഇപ്പം എല്ലാ കമ്പനികളും അവരുടെ ഫോണിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. പുതിയ ഫോൺ മാത്രമല്ല, പഴയ ഫോൺ എടുത്തിട്ട് അതിൻ്റെ പ്രൈസ് പോലും അവർ കൂട്ടി ചേർത്താണ് ഇപ്പം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സ്റ്റോഴ്സിലൊക്കെ വിൽക്കുന്നത്. എന്നാൽ ഇത്തവണ ആപ്പിൾ ഈ ഫോൺ ഉണ്ടല്ലോ 17e, ഇതിൻ്റെ ബേസ് സ്റ്റോറേജ് കൂട്ടി. കഴിഞ്ഞ വർഷം 128 GB ആയിരുന്നു, ഇത്തവണ അത് 256 GB ആക്കി. പക്ഷെ പ്രൈസ് കുറച്ചു. കഴിഞ്ഞ വർഷം 69,999 എന്ന പ്രൈസിലാണ് ഇറക്കിയത്, 70,000 rupees. ഇത്തവണ ഞാൻ പറഞ്ഞതുപോലെ 65,000 rupeesലാണ് ആപ്പിൾ ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. പക്ഷേ അത് 256 GB ആക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ക്യാമറ നോക്കുകയാണെങ്കിൽ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. ആപ്പിൾ പറയുന്നതനുസരിച്ച് 48 മെഗാപിക്സലിന്റെ ഫ്യൂഷൻ ക്യാമറയാണ്. ഈ ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വെച്ച് 1x ആൻഡ് 2x രണ്ടിലും ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതാണ് ബേസിക്കലി ആപ്പിളിന്റെ ഫ്യൂഷൻ ക്യാമറ. ക്യാമറ പെർഫോമൻസ് ഇസ് ഗുഡ്. ഞാൻ സാമ്പിൾസ് എടുത്ത് നോക്കിയിരുന്നു, ചെക്ക് ചെയ്ത് നോക്കുക. ആ ടിപ്പിക്കൽ ആപ്പിളുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ചെറിയൊരു വാം ടോൺ, യെല്ലോ ടോൺ ഉണ്ടായിരിക്കും. പിന്നെ നല്ല HDR പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്. സോ ക്യാമറയിൽ എനിക്ക് വലിയ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പക്ഷേ യെസ്, അൾട്രാവൈഡ് ഇല്ല, പ്രോപ്പർ ടെലിഫോട്ടോ ഒന്നും വരുന്നില്ല, സിംഗിൾ ക്യാമറ മാത്രമേ ഉള്ളൂ. പിന്നെ സെൽഫി ക്യാമറ ഇപ്പം ഇത്തവണ വന്ന ഒരു 18 മെഗാപിക്സൽ വലിയ സെൽഫി ക്യാമറ ഉണ്ടല്ലോ, അതല്ല വന്നിരിക്കുന്നത്. ആ പഴയ 12 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. സെൽഫി പെർഫോമൻസും ഡീസൻ്റ് ആണ്. പക്ഷേ വീഡിയോ ഈസ് വെരി നൈസ്. അതിനടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഐഫോൺ ആണ്. സോ 4K 60 FPS ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ലതാണ്.
എന്നാൽ ബാറ്ററി ഇത്തവണ വീണ്ടും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 4005 mAh ബാറ്ററിയാണ്. 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതായത് ആപ്പിളുടെ ഓപ്റ്റിമൈസേഷൻ ആണ്, അവരുടെ ചിപ്പാണ്, അവരുടെ സോഫ്റ്റ്വെയർ ആണ്, പിന്നെ ഡിസ്പ്ലേയും ചെറുതല്ലേ. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈ ഫോൺ തരുന്നുണ്ട്. പിന്നെ ഇത്തവണ ആപ്പിളിന്റെ പുതിയ C1X മോഡമും ആപ്പിൾ ഈ iPhone 17 ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അതും കുറച്ച് എഫിഷ്യന്റ് ആണ്. പിന്നെ ചാർജിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. വയർഡ് ചാർജിംഗ് സെയിം ആണ്, എന്നാൽ വയർലെസ് ചാർജിംഗ് ഇപ്പം 15 വാട്ടിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ മാക്സേഫും ആപ്പിൾ ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആപ്പിളിന്റെ മാക്സേഫ് ആക്സറീസ് ഒക്കെ ഉണ്ടല്ലോ, വാളറ്റ് ആണെങ്കിലും മാക്സേഫ് ചാർജേഴ്സ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ iPhone 17 യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇൻട്രോയിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 65,000 രൂപ കൊടുത്ത് ഈ ഒരു ഫോൺ വാങ്ങിക്കണോ? വാങ്ങുന്നതിൽ പ്രോബ്ലം ഒന്നുമില്ല, ഫോൺ നല്ലതാണ്, ഫോണിൽ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ പ്രൈസിങ് കുറച്ചും കൂടി ഐ തിങ്ക് ബെറ്റർ ആക്കാമായിരുന്നു. കാരണം എന്താണെന്നറിയോ, ആപ്പിൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ഒരു കിടിലൻ ഫോണായിരുന്നു iPhone 17. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതെ, ഈ പച്ച കളറിലുള്ള ഈ iPhone 17 വളരെ നല്ലൊരു ലോഞ്ച് ആയിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഇമ്പ്രൂവ്മെൻറ്റോട് കൂടി വന്ന ഒരു ഐഫോൺ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് ഓഫേഴ്സൊക്കെ ചേർത്ത് ഇപ്പം വന്നിട്ട് എത്രയായി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒരു 5 മാസമായല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഈസിലി ഡിസ്കൗണ്ട് ഓഫറൊക്കെ ചേർത്ത് 70-72 രൂപയ്ക്ക് 75ൻ്റെ താഴെ കിട്ടും. അപ്പോൾ ഒരു 7,000-8,000 രൂപ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഇതിന് പകരം ഇത് വാങ്ങിക്കുന്നതല്ലേ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഇത് രണ്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ്, 120 Hz ഡിസ്പ്ലേ ഉണ്ട്, വലിയ ബാറ്ററി ഉണ്ട്, പെർഫോമൻസ് ബെറ്റർ ആണ്, ഡൈനമിക് ഐലൻഡും വരുന്നുണ്ട്, ഒരു എക്സ്ട്രാ അൾട്രാവൈഡ് ക്യാമറയും ഉണ്ട്. സോ ആ 7,000-8,000 അറിയില്ല കേട്ടോ, ഓഫറൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ചിലപ്പം 70,000 രൂപീസിനും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു എക്സ്ട്രാ പൈസ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ iPhone 17, ദാറ്റ് ഈസ് വെരി നൈസ്. ആക്ച്വലി iPhone 16 ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇതിൽ 256 GB ആണ് വന്നിരിക്കുന്നത്. iPhone 16 സ്റ്റാർട്ടിങ് 128 GB ആണ്. സോ നിങ്ങൾക്ക് iPhone 16 256 GB ഇതേ പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ അൾട്രാവൈഡ് ക്യാമറ കിട്ടും, പിന്നെ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആണ്. ഐ തിങ്ക് iPhone 16 ഡൈനാമിക് ഐലൻഡും ഉണ്ടല്ലോ. പക്ഷേ വീണ്ടും വരുന്ന ചോദ്യമാണ്, ആ എക്സ്ട്രാ 7,000 രൂപീസ് ആഡ് ചെയ്തിട്ട് iPhone 17 എടുക്കുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ എന്തായാലും ഇത്ര ചിലവാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ. ഇതിനാണ് ആപ്പിളിന്റെ പ്രൈസ് ലാഡർ എന്ന് പറയുന്നത്. അതായത് ആപ്പിൾ വളരെ തന്ത്രപൂർവ്വമാണ് ഈ പ്രൈസിങ് ഡിസൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇവിടുന്ന് തുടങ്ങിയാൽ കയറി ഏറ്റവും ബെസ്റ്റ് സാധനം വാങ്ങും. അതാണ് ബേസിക്കലി ആപ്പിളിന്റെ പ്രൈസ് ലാഡർ. സോ ഇപ്പോൾ മനസ്സിലായല്ലോ, ഏറ്റവും അഫോർഡബിൾ അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ആയതുകൊണ്ട് ഏറ്റവും വാല്യൂ ഫോർ മണി ആവണമെന്നില്ല. സോ നിങ്ങൾ എന്ത് പ്രിഫർ ചെയ്യും? iPhone 17 ഒരു iPhone 17. പിന്നെ ഈ iPhone 17 ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.